ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവാണ് ഓരോ ക്രിസ്മസ് കാലവും. പിതാക്കന്മാരിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാലാഖമാര് പോലും ദൈവത്തെ ആദ്യമായിട്ട് കാണുന്നത് മനുഷ്യരൂപത്തിലാണ് എന്ന്. കാരണം ദൈവം അരൂപിയാണ്. അരൂപിയായ ദൈവത്തെ മനുഷ്യരൂപത്തിലാണ് ആദ്യമായിട്ട് മാലാഖമാര് പോലും കാണുക എന്നുള്ളത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത്രമാത്രം മനുഷ്യവംശത്തോടുള്ള സ്നേഹം ദൈവത്തിനുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ക്രിസ്തുവിൻ്റെ ജന്മദിനം. നമുക്കറിയാം, സ്നേഹമുള്ളിടത്ത് മാത്രമാണ് ഉണ്ണി യേശുവിന് പിറക്കാൻ സാധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്ന, പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയത്തിൽ മാത്രമേ ഉണ്ണി യേശുവിന് പിറക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവ് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: അനേകം പുൽക്കൂടുകളിൽ ഉണ്ണി യേശു പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ, എൻ്റെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കുന്നില്ലെങ്കിൽ എനിക്കത് നിരർത്ഥകമാണ്. ക്രിസ്മസ് എനിക്ക് അർത്ഥശൂന്യമാണ്. സ്നേഹമുള്ള ഹൃദയങ്ങളിലാണ് ക്രിസ്തു ജനിക്കുക. നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹം നഷ്ടപ്പെടുകയാണ്. കുടുംബജീവിതത്തിലൊക്കെ ഇന്നത്തെ ടെർമിനോളജി ഉപയോഗിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നാണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. സ്നേഹത്തിലല്ല എങ്കിൽ കുടുംബജീവിതമില്ല. സ്നേഹത്തിലല്ല എങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധമില്ല. സ്നേഹത്തിനില്ല എങ്കിൽ സഭാജീവിതം അതിൽ തന്നെ നിരർത്ഥകമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് മറ്റൊരു ചിന്തയല്ല നമുക്ക് നൽകുക. ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുക. ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന മനോഹരമായ സന്ദേശം. ഞാനൊരു കഥ പറഞ്ഞ് ഇവരെ ഒരുക്കുന്ന സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാം. മനോഹരമായൊരു കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. 16-ാം നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവം. 16-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടൻ ഭരിച്ചിരുന്നത് ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്ന എംപററായിരുന്നു. ഒലിവർ ക്രോംവെൽ. അദ്ദേഹത്തിന്റെ കാലത്ത് ഗുരുതരമായ ഒരു കുറ്റത്തിന് ഒരു സോൾജിയർ, ഒരു പട്ടാളക്കാരൻ പിടിക്കപ്പെടുകയും ആ പട്ടാളക്കാരന് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. വധശിക്ഷ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത് ഈ ഒലിവർ ക്രോംവെൽ. അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തൊരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ ദേവാലയം മണി മുഴങ്ങും. ആ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ, ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഉടനെ വധശിക്ഷ നടപ്പിലാക്കണമെന്നാണ്. ഈ വാർത്ത വിവാഹം ഉറപ്പിച്ചിരുന്ന ഈ ചെറുപ്പക്കാരനായ പട്ടാളക്കാരന്റെ ഭവനത്തിലുമെത്തി. അദ്ദേഹത്തിന് വേണ്ടി ഭാവി ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവളും ഈ വാർത്ത കേട്ടു. തൻ്റെ വരൻ, തൻ്റെ ഭർത്താവ് ഇത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാനായിട്ട് വിധിച്ചിരിക്കുകയാണ്. കേട്ടപാടെ, നടന്ന സംഭവമാണ്, കേട്ടപാടെ ഈ ചെറുപ്പക്കാരി, ഈ പെൺകുട്ടി രാജാവിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ദയാഹർജി കൊടുക്കാനായിട്ട്. അവൾ ഓടിയും നടന്നും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ എത്തുകയില്ല. നമുക്ക് മനസ്സിലായി. ഒടുവിൽ അവൾ ഒരു തീരുമാനമെടുത്തു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു തീരുമാനം. അവൾ അറിഞ്ഞിരുന്നു 6 മണിക്ക് വലിയ മലമുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പള്ളിയിൽ ആ ദേവാലയത്തിന്റെ മണി മുഴങ്ങിയാൽ മാത്രമേ വധശിക്ഷ നടപ്പിലാക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ ആ ദേവാലയത്തിലേക്ക് ചെന്നു. നമുക്കറിയാം, കറക്റ്റ് ടൈമിൽ രാജാവിനെ മുഖം കാണിക്കാൻ സാധിക്കില്ല. അതിനോടൊപ്പം ആ സമയത്ത് തന്നെ തൻ്റെ ഭാവി ഭർത്താവ് വധിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമതിയായ പെൺകുട്ടി, ഇവൾ ആ ദേവാലയത്തിലേക്ക് ചെല്ലുകയും ദേവാലയത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്ന വലിയ മണിയുടെ മുകളിൽ കയറി കപ്പ്യാര് വരുന്ന സമയം നോക്കി അവളിരുന്നു. ആ ദേവാലയത്തിന്റെ വലിയ മണിയിലെ നാക്കിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ടിരുന്നു. ശബ്ദം കേൾക്കാൻ പാടില്ല പുറത്തോട്ട്. ഈ കപ്പ്യാര് ബദിരനായിരുന്നു. അദ്ദേഹത്തിന് ചെകിടനായിരുന്നു. ശരിക്കും ചെകിടനായിരുന്നു. അദ്ദേഹത്തിന് കേൾവിയില്ല. ഈ കപ്പ്യാര് വന്നു, ആഞ്ഞ് ഈ ദേവാലയം മണി മുഴക്കി
അപ്പോഴോ ഇവൾ അതിൻ്റെ നാക്കിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരുന്നു. ഇവളുടെ കൈ ചതഞ്ഞ് അരഞ്ഞുകൊണ്ടിരുന്നു, രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്നു. നിശ്ചയിക്കപ്പെട്ട മണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മണിയടിച്ചല്ലോ എന്ന ധാരണയിൽ ഈ മനുഷ്യൻ, ചെവി കേൾക്കാത്ത ഈ മനുഷ്യൻ അവിടുന്ന് വിട പറഞ്ഞു. എന്നാൽ താഴെ ഇദ്ദേഹത്തിന് പട്ടാളക്കാര് കൺഫ്യൂസ്ഡായി. ഇദ്ദേഹത്തിനായിട്ട് വധശിക്ഷയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ ആകെ ആശയക്കുഴപ്പത്തിലായി. രാജകൽപ്പന ദേവാലയത്തിൽ മണി മുഴങ്ങിയാൽ മാത്രം, മണി മുഴങ്ങി ആ ശബ്ദം കേട്ടതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അവരാശയക്കുഴപ്പത്തിലായി. ആ സമയം നോക്കി ബുദ്ധിമതിയായ പെൺകുട്ടി രാജാവിനെ മുഖം കാണിക്കുകയും കാര്യം അവതരിപ്പിക്കുകയും ചെയ്തു. ഒലിവർ ക്രോമൽ എന്ന മഹാനായ ചക്രവർത്തി അവളുടെ നിസ്വാർത്ഥമായ നിസ്സീമമായ സ്നേഹം കണ്ടിട്ട് ഇപ്രകാരം വിധിയിൽ രേഖപ്പെടുത്തി: നിന്നെ പ്രതി, നിന്റെ ഭർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ അവനെ വെറുതെ വിടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അതല്ലേ ചെയ്തത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ സ്നേഹിച്ചുവെങ്കിൽ യേശുവാകുന്ന ദൈവം തൻ്റെ ജീവനെ തന്നെ നൽകി നമ്മെ സ്നേഹിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, സ്നേഹം തണുത്തുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. സ്നേഹം തണുത്തുകൊണ്ടിരിക്കുക അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ കലഹമുണ്ടാവുമോ? വെറുപ്പുണ്ടാവുമോ? പ്രതിസന്ധികൾ ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ തഴച്ചു വളരട്ടെ. പരിശുദ്ധാത്മാവാണ് നമുക്ക് സ്നേഹം നൽകുന്നത്. റോമർ 5:5 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൃപ, ശക്തി നൽകുന്നത്. ആ സ്നേഹത്താൽ ഈ ക്രിസ്മസ് കാലത്ത് പൂരിതരാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന്റെ നന്മ നിറഞ്ഞ ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകേണ്ടതുണ്ടല്ലോ. Back to a holy night in Bethlehem when the world was blessed with the birth of Jesus Christ, born not in a palace but in a manger. Jesus came to spread the message of peace, kindness, humility and love. Angels rejoiced, shepherds gathered, and a bright star lit the sky, announcing the arrival of our Savior. Through this tableau, our children will bring to life that sacred moment, that is the birth of Jesus. So let's sit back and enjoy the divine story. നമുക്കിപ്പോൾ 2000 വർഷങ്ങൾക്ക് പുറകോട്ട് ബെത്ലഹേമിൽ ഒരു യാത്ര ചെയ്യാം. Mary chosen to be the mother of the Savior, and Jesus, a humble carpenter, seeks shelter as the night grows cold. ആ ശാന്തമായ രാത്രിയിൽ രക്ഷകന്റെ ജനന വാർത്ത അറിയിക്കാൻ ദേവദൂതന്മാർ ഇറങ്ങി വന്നു. സ്തുതിഗീതങ്ങളോടെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, ലോകത്തിന് സമാധാനം പ്രഖ്യാപിച്ചു. Though there is no room in the inn, God prepared a small and simple stable for Jesus Christ our Savior to be born. ലോകത്തിന്റെ പ്രത്യാശവും പ്രവേശിക്കുന്ന മറിയയും യൗസേപ്പിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടി പൂത്തൊരു രാത്രി വിണ്ണിലെ താരകരൂപരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടി പൂത്തൊരു രാത്രി വിണ്ണിലെ താരകരൂപരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ബേത്ലഹേമിന്റെ കുന്നുകളിൽ ഇടിയന്മാർ താങ്കളുടെ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ടിരുന്നു. അപ്പോൾ ദേവദൂതന്മാർ അവർക്ക് പ്രത്യക്ഷരായി
ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. Do not be afraid, for I bring you good news of great joy. Filled with awe and wonder, the shepherds leave their flocks behind and hurry to the stable to see the child laying in a manger. ആവേശഭരിതരായി കടന്നു വരുന്ന ഇടിയന്മാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സത്യവും ജ്ഞാനവും തേടി ആകാശം നിരീക്ഷിക്കുന്ന ജ്ഞാനികൾ ഒരു രാത്രിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. Understanding its meaning, they set out on a long and challenging journey to honor the King of Kings. Guided by the stars, they arrive in Bethlehem, bringing gifts fit for the royalty: gold for king, frankincense for divinity, and myrrh for sacrifice. സമാധാനത്തിന്റെ രാജകുമാരനെ വണങ്ങുന്നതിനായി നക്ഷത്രത്തെ പിന്തുടർന്നു വരുന്ന ആ 3 രാജാക്കന്മാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. On this holy night, heaven meets earth. A stable becomes a sanctuary. A manger becomes a throne. The shepherds, the humble ordinary, were first called to witness God's greatest gift. The kings traveled far to bow before the child. This child was not born to rule with fear, but to reign with love. Not to conquer with strength, but to save with grace. In this quiet moment, the world is changed forever. Hope has a name, love has come down. This is the miracle of Christmas. It is that time of the year when diets are forgotten, homeworks are ignored, and suddenly everybody becomes good, especially the children. Why? Because someone very special is watching us from the North Pole. He doesn't need a Google map, nor does he need WhatsApp, and definitely not an alarm clock. Because he just works one day in a year. And still he is the most famous person of the world. Yes, the man with the red suit, the white beard, and the owner of the flying reindeers. The only one person who can enter our homes without permission and still be loved by everyone. So let's welcome the happiest, jolliest, and the most pampered guest of Christmas. Who's that? Santa, please come. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh.
horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. Over the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. In a one-horse open sleigh, dashing through the snow. In a one-horse open sleigh, o'er the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to ride and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Assembly Hall. It's a joy to be here with you on this holy Christmas Eve. I'm Santa Claus, sometimes known as Kris Kringle, Father Christmas, or St. Nicholas. But tonight, I'm here as a friend, a symbol of the joy, love, and hope that Christmas brings to each of us. Most importantly, we gather to celebrate the true meaning of Christmas, the birth of our Savior, Jesus Christ. His love is the greatest gift of all, calling us to kindness, forgiveness, and generosity. May your hearts be filled with peace, joy, and the light of Christ. Wishing you all a blessed and wonderful Christmas. Ho, ho, ho! ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഹാപ്പിയാണോ? 10-20 വർഷമായി ഞാൻ ഇവിടെ നിന്ന് വരാൻ എത്തിപ്പെടാൻ ശ്രമിക്കുന്നു. ഈ ബാഗ് നിറച്ചുണ്ട് നിങ്ങൾ, പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ പുറത്തു വെച്ച് എല്ലാവർക്കും തരുന്നതാണ്. എല്ലാവരും ഹാപ്പിയാണോ? ഞാൻ എവിടെയാ ജനിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? തുർക്കിയിലായി ഞാൻ ജനിച്ചത്. ഇപ്പൊ അങ്ങ് താമസിക്കുന്നത് അങ്ങ് നോർത്ത് പോളില്ല. കുറച്ച് മാനുകൾ മാത്രമേ എനിക്കവിടെ കൂട്ടുകാരായിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അല്ല, മനുഷ്യനല്ലേ, സാന്റാക്ലോസ് ആണ് പാപ്പാജി. Thank you, Santa,
for bringing so much joy, laughter and holiday spirit to everyone, especially the children. Your presence has made this day truly magical and unforgettable. Now please, Santa, don't go. Please stay with us and watch the rest of the program. And dear children, thank you for that wonderful presentation of birth of Christ. And thank you teachers for putting in the effort. May God bless you all. You may take your leave. കേൾക്കണം
ോടെ
അണിയിച്ചൊരുക്കിയ എളിയ കലാപഹാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാനവരാശിയുടെ മുഴുവനായുള്ള രക്ഷയ്ക്കായി ഭൂമിയിൽ കേവലം മനുഷ്യനായി അവതരിച്ച അത്യുന്നതനെ നമുക്ക് വാഴ്ത്തിടാം ഉച്ചസ്ഥലത്തോടെ. ഭിന്നതയുടെ ചങ്ങലകൾ പൊട്ടി തുറങ്ങട്ടെ. ഈ കണ്ണുനീരിന്റെ മണ്ണിൽ എങ്ങും സമാധാനത്തിന്റെ മഞ്ഞകൾ പൊഴിയട്ടെ. എന്നും യേശുദേവന്റെ തിരിപ്പിറവിയും എളിമയുടെ പ്രതീകവുമായ ആ പുൽക്കൂടും നമ്മുടെ മനസ്സിലും എന്നും താരങ്ങൾ പോലെ മിന്നി നിറയട്ടെ. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. Thank you.
We wish you a Merry Christmas and a Happy New Year. നിയുക്ത വികാരി ഈശ്വരനച്ഛൻ സമയം അതിക്രമിച്ചതുകൊണ്ട് കൂടുതൽ വർത്തമാനത്ത് പറയുന്നതിന് അർത്ഥമില്ലെന്ന് അറിയാം. എങ്കിലും യുഗാന്തരങ്ങൾക്ക് മുൻപേ യേശു നമുക്ക് വേണ്ടി ജനിക്കും എന്ന് പ്രവാചകന്മാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഈ സദ്വാർത്ത ഈ നമുക്കായി കാലിത്തൊഴുത്തിൽപ്പെടുന്ന യേശുവിൻ്റെ ഈ ജനനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിലും നല്ല പ്രകാശപൂരിതമാകുകയും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി തീരുവാൻ ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ 2025 മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ക്രിസ്മസ് ആശംസകൾ ആദ്യമായി തന്നെ നേരുകയാണ്.